മല്ലികപ്പൂവിൻ്റെ മണമുള്ള ഗുണ്ടൽപേട്ട്. അവിടെ കടൽ പോലെ വിരിഞ്ഞു നിൽക്കുന്ന മല്ലികപ്പൂക്കളുടെ പാടം, അത് കാണാൻ അതിസുന്ദരമായിരിക്കും. ആ അപൂർവസുന്ദരമായ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മൾ ആദ്യത്തെ കാഴ്ച, ഫസ്റ്റ് സ്പോട്ട്, ഒരു നല്ലൊരു വെള്ളച്ചാട്ടം. ഐ ലവ് ഏലപ്പീടിക. അപ്പോൾ ഏലപ്പീടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത്. മഴക്കാലത്തെ ഉണ്ടാവും തോന്നുന്നുണ്ട്, പിന്നെ വറ്റിപ്പോവും. നിമാസിൻ്റെ ഡ്രൈവറാണ് നമ്മളെ സാരഥി ഷുഹൈബ്. മവഞ്ചേരി മടപ്പുരക്കൽ സതി, വലിയ പേരാണ്. ആപ്ലിക്കേഷൻ പൂരിപ്പിക്കാൻ ഭയങ്കര പണിയായിരിക്കും. കോയിലോട്, സ്ഥലം കോയിലോട്. വസന്ത നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല, അവിടെ ഞാൻ ഒന്നുകൂടി പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോമത്ത് വിമല, എല്ലാരും കോയിലോട്ട് ടീമാണ്. പ്രഭാവതി കിഴക്കേടത്ത് കോയിലോട് തന്നെ. ചന്ദ്രിക അക്കരമ്മൽ, രാധ കോയിലോട്, അവറോത്തിരാധ. വസന്ത കൊയില്യത്ത്. മാവിലായി. KV സുകുമാരി കോയിലോട്. വിലാസിനി കോയിലോട്. പൂപ്പാടങ്ങൾ കണ്ടു തുടങ്ങി. ഇതുണ്ടോ, അത് മല്ലികയാണോ എന്നൊരു സംശയം. മല്ലികയാണോ? മല്ലിക ഇത്ര ചെറുതാവൂലല്ലോ അല്ലേ? ചെറുതായിട്ടല്ലേ കാണുന്നത്? ഇത് മാവിൻ തോപ്പുകൾ. നമ്മുടെ നാട്ടിലേക്കൊക്കെ ഒരുപാട് മാങ്ങ വരുന്നത് ഈ ഗുണ്ടൽപേട്ടിൽ നിന്നാണ്. മാങ്ങ മാത്രമല്ല, ഇപ്പം എല്ലാ തരത്തിലുള്ള കൃഷിയുണ്ട് ഗുണ്ടൽപേട്ടിൽ. ഒരു ചെറിയ വില്ലേജാണ്. ഇവിടെയൊക്കെ പച്ചക്കറി, അതുപോലെ ഫ്രൂട്ട്സ്, പിന്നെ പൂക്കൾ പറിച്ചു കൊണ്ടുപോയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട്, അതായത് വിൽപ്പനയ്ക്ക് വെച്ചതാണെന്ന് തോന്നുന്നുണ്ട്. ഷോപ്പുകളിൽ പൂക്കൾ കാണാം. ഇത് വേണ്ട, തെങ്ങും തോപ്പിൽ വരെ മല്ലിക ചെടിയാണ്. മല്ലിക നല്ല പൂത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നോക്കുന്നിടത്തും കാണുന്നിടത്തും എല്ലാം പൂപ്പാടങ്ങളാണ്. വാ, ഇത് സുന്ദരം, അടിപൊളി. മഞ്ഞയും ഓറഞ്ചും എല്ലാം കൂടി മിക്സായിട്ടുള്ള കളർ. വീഡിയോ എടുക്കാൻ പറ്റിയ നല്ല കാലാവസ്ഥയാണ്. അധികം വെയിലില്ല, മഴക്കാറ് മൂടിയ ഒരു അന്തരീക്ഷം. ആകാശം മേഘാവൃതമാണ്. പണ്ട് കാലാവസ്ഥ പ്രവചനത്തിൽ പറയൂലേ, അതുപോലെയാണ് ഇപ്പോൾ സംഭവം. രണ്ട് വശത്തും വിശാലമായ പാടങ്ങൾ, പൂപ്പാടങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, എല്ലാ കൃഷിയുണ്ട്. വാഴയുണ്ട്, അതുപോലെ കോളിഫ്ലവർ കണ്ടിന്, പിന്നെ ചോളം കാണാം, പൂക്കൾ കാണാം. ഇപ്പോൾ കിഴങ്ങ് വരെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കിഴങ്ങ്, സൂര്യകാന്തി, മധുരക്കിഴങ്ങ്, എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ചെണ്ടുമല്ലികയും മല്ലികയും വേറെന്തോ ഒരു പൂവെല്ലാം കൂടി മിക്സായിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി കൃഷി കാണാം ഇവിടെ, ബീൻസ് കാണാം, എല്ലാ തരത്തിലുള്ള കൃഷിയുണ്ട്. വാഴ, നിറയെ വാഴ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെറും കരപ്പറമ്പ് പോലത്തെ സ്ഥലമാണ്. ഇവിടെയാണ് ഈ ഇത്തരം കൃഷിയെല്ലാം ചെയ്യുന്നത്. അതൊരു അത്ഭുതമല്ലേ? ഇത് കണ്ട വെള്ളക്കെട്ട്. ഇതാണ് ഇവർ ചെയ്യുന്ന പ്രധാന പരിപാടി. വെള്ളം, മഴക്കാലത്ത് വെള്ളം കംപ്ലീറ്റ് ശേഖരിച്ച് വെക്കുക, എന്നിട്ടത് കൃഷിക്ക് ഉപയോഗപ്പെടുത്തുക. ഇവിടെ മഴ അത്രയേ കിട്ടും, വളരെ ചുരുക്കം മഴയെ കിട്ടും ഇവിടെ. മല്ലിക ഇത് ഇനി അടുത്ത ഓണം വേണ്ടി വരും ചിലപ്പോൾ.
ഇപ്പം പൂത്തിട്ടൊന്നുമില്ല, മൊട്ട് വന്നിട്ടൊന്നുമില്ല. നമ്മളൊരു ചെറു വില്ലേജിൽ എത്തി. ചെറിയൊരു കർണാടക ഭാഷയിൽ പറഞ്ഞാൽ ഹള്ളി. ആ ഹള്ളിയിലൂടെയാണ് നമ്മൾ കണ്ണേകാല എന്നായിട്ടാണ് ഇതിൻ്റെ പേര്. ബോർഡ് ഉണ്ടായിരുന്നു അപ്പുറം. കണ്ണെത്താ ദൂരത്തോളം വിശാലമായ പാടങ്ങൾ. ഇവിടെ കണ്ടോ, പാടം ഒരുക്കിയിട്ടുണ്ട്, കൃഷിക്കായിട്ട് ഒരുക്കിയിട്ട പാടം. അതിനപ്പുറത്ത് നല്ല മല്ലികത്തോട്ടം. ഒരു തുള്ളി മഴവെള്ളം പുറത്തുവിടാതെ എല്ലാത്തിനെയും കെട്ടി സംഭരിച്ച് വെച്ച് അത് കൃഷിക്ക് ഉപയോഗിക്കുക. അതാണ് ഇവരുടെ കൃഷി രീതി. റോബസ്റ്റ് വാഴ, നിറയെ റോബസ്റ്റ് വാഴത്തോട്ടം. നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന റോബസ്റ്റ പഴം ഈ ഭാഗത്തൊക്കെ വരുന്നതാണ്. ഇതിന് കണ്ട തെങ്ങിൻ തോട്ടത്തിൽ തന്നെ വാഴയും വെച്ചിട്ടുണ്ട്. മിക്സഡ് ഫാമിംഗ് എന്നല്ലേ അതിന് പറയാതെ, അങ്ങനെ. അപ്പോൾ രണ്ട് വിധത്തിലുള്ള ലാഭം. കിളച്ച് മറിച്ചിട്ട പാടം. എന്തൊക്കെയാ കൃഷി ചെയ്യുന്നത്, ഇത് പേര് തന്നെ അറിയില്ല കേട്ടോ. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. കോളിഫ്ലവർ, അതിനപ്പുറത്തൊരു വെള്ള പൂവുണ്ടായിട്ടുള്ള ഒരു എന്തോന്ന് കണ്ടു. ഇതാ ഇവിടെ ഒരു പുല്ല് ടൈപ്പ്, അതെന്താ സംഭവം? കടലയാ മറ്റാണോ, നിലക്കടലയാണോ? ഈ കാണുന്നത് നിലക്കടലയാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നല്ലൊരു അരയാൽ മരം കാണാം. ഒരു KSRTC ബസ് കാണാം. ഗുണ്ടൽപേട്ട് ഗോപാലപുര, ഗുണ്ടൽപേട്ട് ഗോപാൽപുര പോകുന്ന ബസ്സാണ്. ഗോപാലപുര എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഈ ചെറു ഗ്രാമം ഹള്ളിയായിരിക്കും ഗോപാലപുര. ഇവിടുന്ന് ഗുണ്ടൽപേട്ടിലേക്കുള്ള ബസ്. ഇവരെ ബസ് വലിയ ഗ്ലാമറൊന്നും ഉണ്ടാവില്ല, നമ്മളെ KSRTCൻ്റെ അത്ര കൂടെ. പക്ഷെ കളറ് മാറ്റം എന്നേ ഉള്ളൂ. പിന്നെ ഒരു കൂടാൻ്റെ ഷേപ്പ് ഉണ്ടാവുക, കാണാൻ വലിയ ഗുണമുണ്ടാവില്ല. KSRTC വളരെ മെല്ലെയാണ് യാത്ര. നമ്മളും അതിൻ്റെ പുറകിൽ ഓവർടേക്ക് ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ല. ഒരു വണ്ടിക്ക് പോകാനുള്ള അത്രയും സ്പേസ് ഉള്ള റോഡ്. ഇതൊരു ഗ്രാമത്തിലൂടെയുള്ള ചെറു റോഡ്, അത്രയേ ഉള്ളൂ. മെയിൻ റോഡ് വേറെ ഉണ്ട്. ഇപ്പോൾ KSRTCക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എത്രയാണ് ആൾക്കാരെന്നറിയാം. ഈ ആൾക്കാരെല്ലാം കയറി ബസ് പോയതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. സൂര്യകാന്തി പാടം, വീണ്ടും വാഴ. മണ്ണിനൊരു ചുവപ്പ് കളർ ജാസ്തിയാണ്. ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ചുവപ്പ് കൂടുതൽ വരുന്നത്. അതെന്താണെന്ന് അറിയില്ല. ഒരു വെള്ളപ്പൂവുള്ള ഇത് കണ്ട കൃഷി, അതെന്താണ് സംഭവം? അത് ഇതല്ല, പൂവല്ല, അതെന്തോ വെജിറ്റബിൾസ് ആണ്. അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ ആരോടൊക്കെ ചോദിക്കാം. അവര് ഇതാ ഇവിടെ എന്താ പരിപാടി നടക്കുന്നത്? ഒരു ചെറിയൊരു സംഭരണി ഷീറ്റ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ട് അതിൽ വെള്ളം നിറച്ച് വെച്ചതാണ്. കാറ്റ് കൂടുതലായതുകൊണ്ട് ഈ വാഴേൻ്റെ ഇല നോക്കിയാൽ മതി. ഒരൊറ്റ ഒന്നിനും ഇല ഇതില്ല, ആകൃതിയിലില്ല. എല്ലാം ഇങ്ങനെ കീറി പോയത്. ഈ പറഞ്ഞ സാധനമാണ് ഞാൻ പറഞ്ഞത്. ഒരു പുല്ല് പോലത്തെ ഒരു വിശാലമായി കിടക്കുന്ന പാടം. അപ്പം അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് പോലെ ഒരു കുന്ന്, നല്ല പച്ചപ്പിന് മേലെ നീലയും അതുപോലെ ഇളം കാർമേഘത്തിൻ്റെ നിറമൊക്കെയുള്ള ആകാശം. സുന്ദരം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സുന്ദരമായ കാഴ്ച. ഏതായാലും ഇത് വന്നത് നന്നായി. കാറ്റിൻ്റെ മേലെയുള്ള കാറ്റിൻ്റെ ലക്ഷണം ഇവിടെ താഴെ തന്നെ കാണാൻ തുടങ്ങി. നല്ല കാറ്റടിക്കുന്നുണ്ട്, കാറ്റിന് ഇളം തണുപ്പുണ്ട്. ഒരു മരം കണ്ടോ, ഈ ഇതിൻ്റെ നടുക്കൊരു നല്ലൊരു മരം. ഇത് ഒരു ടൂർ സംഘം അവിടെ വന്ന് സെൽഫി എടുക്കണം. ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. പുള്ളി തന്നെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന കൃഷിത്തോട്ടം. ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ മൈസൂരിലെല്ലാം വന്ന് പിന്നെ പോയപ്പോൾ ഇങ്ങനെ ഒരു ഉള്ളോട്ടുള്ള ഗ്രാമങ്ങളൊന്നും ഇതുവരെ കണ്ടില്ല. ഗ്രാമങ്ങൾ, അതിൻ്റെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കൂടെ വരുന്നവരാരും ഇങ്ങനെ ഉള്ളോട്ടൊന്നും പോയിട്ടില്ല. ഞാൻ പണ്ട് ബാംഗ്ലൂരൊക്കെ താമസിച്ചുകൊണ്ട് ഈ ഹള്ളികളും ഇതൊക്കെ പരിചയമുണ്ട്. പക്ഷേ ഇവർക്കിപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു അനുഭവമായി. കൃഷിത്തോട്ടങ്ങൾ, അതുപോലെ ഉള്ളോട്ടുള്ള ഗ്രാമങ്ങൾ, അവിടെയുള്ള ജീവിതം, കൃഷി, ഇതൊക്കെ കാണാൻ പറ്റി.
അതൊരു പ്രത്യേക അനുഭവം. വെളുത്തുള്ളി കൃഷിയാണ്. ഇതിപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞ സമയമാണ്. ഇവർ അത് വൃത്തിയാക്കലാണ്, വിളവെടുത്തിട്ട് വൃത്തിയാക്കലാണ്. ನೀವೇನೆ ಓನರ್ ಇಲ್ಲಿಂದ ಎಲ್ಲಿ ಕಳಿಸ್ತೀರಾ? ಮೇಟುಪಾಳ್ಯ. ಇಲ್ಲೇ ಮಾರೋದಿಲ್ಲ ಅಲ್ಲ? ಇಲ್ಲ. ಕನ್ನಡದಲ್ಲಿ ಬೆಳ್ಳುಳ್ಳಿ കർണാടകത്തിലും വെള്ളുള്ളി എന്നാണ് പറയാം. നമ്മൾ വെളുത്തുള്ളി, പക്ഷേ ഇവർ വെള്ളുള്ളി. കിഴങ്ങിൻ്റെ പാടാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഒരേ കൺഫ്യൂഷനായിരുന്നു, എന്തായിരുന്നു എന്നിങ്ങനെ പറയലായിരുന്നു. അപ്പോൾ ഇപ്പം അതിന് ഉത്തരം കിട്ടി. ഉരുളക്കിഴങ്ങിൻ്റെ പൂവാണിത്. ഇത് കണ്ടോ, നല്ല വെള്ളപ്പൂ, ഉരുളക്കിഴങ്ങിൻ്റെ പൂ. ഇവിടെ നല്ലൊരു അരയാൽ മരം കാണാം. ഒരു KSRTC ബസ് കാണാം. ഗുണ്ടൽപേട്ട് ഗോപാലപുര, ഗുണ്ടൽപേട്ട് ഗോപാൽപുര പോകുന്ന ബസ്സാണ്. ഗോപാലപുര എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഈ ചെറു ഗ്രാമം, ഹള്ളിയായിരിക്കും ഗോപാലപുര. ഇവിടുന്ന് ഗുണ്ടൽപേട്ടിലേക്കുള്ള ബസ്. ഇവരെ ബസ് വലിയ ഗ്ലാമറൊന്നും ഉണ്ടാവില്ല, നമ്മളെ KSRTCൻ്റെ അത്ര കൂടെ. പക്ഷെ കളറ് മാറ്റം എന്നേ ഉള്ളൂ. പിന്നെ ഒരു കൂടാൻ്റെ ഷേപ്പ് ഉണ്ടാവുക, കാണാൻ വലിയ ഗുണമുണ്ടാവില്ല. KSRTC വളരെ മെല്ലെയാണ് യാത്ര. നമ്മളും അതിൻ്റെ പുറകിൽ ഓവർടേക്ക് ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ല. ഇതൊരു ഗ്രാമത്തിലൂടെയുള്ള ചെറു റോഡ്, അത്രയേ ഉള്ളൂ. മെയിൻ റോഡ് വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഗോപാൽസ്വാമി ഹില്ലിൽ നിന്ന് ഗുണ്ടൽപേട്ട് ആണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. പൂക്കളുടെ പർദീസ എന്ന് പറയുന്ന, അങ്ങനെ പറയാവുന്ന ഒരു സ്ഥലമാണ് ഗുണ്ടൽപേട്ട്. അപ്പോൾ ഓണത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന പൂന്തോട്ടങ്ങൾ, പൂപ്പാടങ്ങൾ, അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ വലിയ തോട്ടമായതുകൊണ്ട് എൻട്രി ഫീസ് ഉണ്ട്. നല്ല ഓറഞ്ച് നിറത്തിലുള്ള മല്ലികപ്പാടങ്ങൾ, പൂപ്പാടങ്ങൾ. ഇത് ഈ ഗുണ്ടൽപേട്ട് ഏരിയ മുഴുവൻ ഇതുപോലെ പൂക്കളുടെ പാടങ്ങളാണ്. നോക്കത്താ ദൂരത്തോളം ഓറഞ്ച് നിറത്തിലുള്ള മല്ലികത്തോട്ടങ്ങൾ, വലിയ മല്ലികപ്പൂവുകളാണ്. ഇതൊക്കെ ഇനി ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്ക് നാട്ടിലേക്ക് വണ്ടി കയറും. നമ്മുടെ ഓണപ്പൂക്കളമായി മാറുന്ന പൂക്കളാണ് ഈ കാണുന്നത്, ഗുണ്ടൽപേട്ടിലെ പൂപ്പാടങ്ങൾ. ഇവിടെ ഈ പാടത്ത് നമുക്ക് പല നിറത്തിലുള്ള മല്ലികപ്പൂക്കൾ കാണാം. അതുപോലെ സൂര്യകാന്തി പൂക്കളുണ്ട്. ഇവിടെ മാത്രമേ എൻട്രി ഉള്ളൂ, അപ്പുറത്തേക്ക് വിടുന്നില്ല അവർ. ഇത് വേലി കെട്ടി, അത് എനിക്കൊന്ന് വേറെ ആളതായിരിക്കും. കണ്ടോ, ഇത് ഓറഞ്ച് പൂക്കൾ തന്നെ. അപ്പുറം നല്ല മഞ്ഞ കളറുള്ള മല്ലിക. ഇത് അടിപൊളി, കിടിലോൽ കിടിലം. സൂര്യകാന്തി പൂവിൽ നിന്ന് തേൻ നുകരുന്ന, അങ്ങനെയല്ലേ പറയേണ്ട സാഹിത്യ ഭാഷ? സൂര്യകാന്തി പൂക്കൾ. ഇതിൻ്റെ വിത്തെടുത്ത് സൂര്യകാന്തി എണ്ണ, സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത് സൂര്യകാന്തിയിൽ നിന്നാണ്. അൽഷിമസ് വന്ന സൂര്യകാന്തി. പിന്നെ ചൂത്തും ചിലപ്പോൾ. ഇത് നമ്മളെ നാട്ടിൽ കാണുന്ന പോലത്തെ ചെറിയ തേനീച്ചയല്ല കേട്ടോ. ഇത് കുറച്ചുകൂടി വലിപ്പമുള്ള, നമ്മളെ പായ്ത്തേൻ എന്നെല്ലാം പറഞ്ഞിട്ട് കിട്ടുന്ന തേനീച്ചകളില്ലേ, വലിയ സൂര്യകാന്തികളുടെ ഒരു കൂട്ടം. മനസ്സ് നിറഞ്ഞിരിക്കുന്നു.
ഗോപാൽ സ്വാമി കുന്നും അവിടുത്തെ ഗോപാലസ്വാമി ക്ഷേത്രവും, ഗുണ്ടൽപേട്ടിലെ പൂക്കളുടെ വർണ്ണ വസന്തവും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ ഹൈപ്പും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.